ഗൈസ് ഇന്ന് 22-ാം തീയതി 2-ാം മാസം 8:54, അതായത് ഒരു ശനിയാഴ്ച ഉണ്ട. ഇന്നലെ തന്നെ വണ്ടിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി ഇട്ടായിരുന്നു. സെറ്റാണ്. ഇനി നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങിയാൽ മാത്രം മതി. നല്ല ചൂടായതുകൊണ്ട് വെള്ളം ഇടയ്ക്ക് പുറത്തുനിന്ന് ഞാൻ മേടിക്കാറുണ്ട്. മച്ചാമാരെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. ശനിയാഴ്ച ദിവസത്തേക്ക് അപ്പോൾ മച്ചാമാരെ, ശനിയാഴ്ച ദിവസത്തിലെ ഒരു കിടിലൻ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡേ. ലെറ്റ്സ് ഗോഷ്. അങ്ങനെയല്ല, കോപ്പ് തെറ്റിച്ച്. അപ്പോൾ മച്ചാമാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. യാ, ലെറ്റ്സ് ഗോ. ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങണേണ്ട. സമയം കറക്റ്റ് 9 മണിക്കാണ്ട ഞാൻ ഇറങ്ങിയേക്കണത്. മാക്സിമം ഒരു 5-6 ട്രിപ്പെങ്കിലും നമുക്കിന്ന് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ ഇറങ്ങിയേക്കണത്. കാരണം ഈ ആഴ്ച ഭയങ്കര ഷോക്ക് വരുന്നു. ഊബർ ഓടുന്ന മച്ചന്മാർക്ക് അറിയാൻ പറ്റും, നല്ല രീതിയിലുള്ള ഷോക്ക് വരുന്നു. ഇന്ന് ശനിയാഴ്ച ആയിട്ട് ട്രിപ്പ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയേക്കണത്. അപ്പോൾ അതാ മിന്നിച്ചേക്കണേ. എന്തായാലും നമ്മുടെ ഊബർ മച്ചാനൊന്ന് ഓണാക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഊബർ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന പോളിസിയാണ് ഇപ്പോൾ എനിക്കുള്ളത്. കാരണം എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്. ട്രിപ്പ് എപ്പോൾ വേണമെങ്കിലും വരും, പോകും. മാക്സിമം നമുക്ക് പള്ളുരുത്തിയിൽ നിന്ന് തന്നെ ട്രിപ്പ് എടുത്തിട്ട് പോകാനാണ് ഞാൻ നോക്കണത്. നമുക്ക് ഇനി CNG 3 ഘട്ട CNG ഉള്ളൂ. മീൻസ് 3 പവറേ ഉള്ളൂ. 108 കിലോമീറ്റർ ഓടിയോളൂ കേട്ടോ. ഇത്രയൊക്കെ തന്നെ എനിക്ക് മൈലേജ് കിട്ടണുള്ളൂ കേട്ടോ. ഈ സിറ്റി കിടന്ന് ഓടുന്നതുകൊണ്ടാണ്. പിന്നെ ഈ AC ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കണൊക്കെ കൊണ്ടായിരിക്കാം. മാക്സിമം 160, 170 അത്ര എനിക്ക് കിട്ടണുള്ളൂ കേട്ടോ മൈലേജ്. ഇപ്പോൾ പള്ളുരുത്തി തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് അടിച്ച് ഞാൻ നേരെ എങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് CNG അടിച്ച് ബാക്കി പരിപാടി തുടങ്ങാം കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ ബാറിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ATH ബാർ. ഗൈസ്, ഫസ്റ്റ് ട്രിപ്പ് വന്നിട്ടാ. പ്രൈസി എന്നാണ് പേര്. പ്രൈസ് ദ ലോർഡ്. ഫ്രണ്ട്സ്, ഒരു പാവം മേഡം വരുന്നുണ്ടോ. അധികം മിണ്ടിയൊന്നുമില്ല. മേഡം ഫോണിൽ തന്നെ ആയിരുന്നു. അപ്പം വലിയ രീതിയിലൊന്നും എക്സ്പീരിയൻസ് പറയാൻ ഇല്ല. ജസ്റ്റ് ഒരു ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. സോ ആ കസ്റ്റമർ നൈസായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടോ. കഴിഞ്ഞിട്ടും കിട്ടി. അടിപൊളി. 161 രൂപ ഉണ്ട് എനിക്ക് കിട്ടിയേക്കണത്. അത് ഊബർ തന്നെ എടുത്തോളും. മീൻസ് ഇനി അടുത്ത ട്രിപ്പ് തരുമ്പോൾ കമ്മീഷൻ ബേസിൽ അവർ തന്നെ എടുത്തോളും. ഓൺലൈൻ പേയ്മെൻ്റൊക്കെ ലോങ് ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് ക്യാഷ് ഔട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഗൈസ്, രണ്ടാമതൊരു ട്രിപ്പ് അടിച്ചിട്ടാ. എനിക്ക് തോന്നണം ആ മേഡം തന്നെയാണെന്ന് എനിക്ക് തോന്നണേടാ. കാരണം സെയിം പേരാണ്ടാ. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ചിലപ്പോൾ ആ മേഡത്തിന് അങ്ങോട്ടും കൂടി പോകാനായിരിക്കും. എന്തായാലും ആ ലൊക്കേഷൻ തന്നെ കാണിച്ചേക്കണത്. ഞാൻ പോയി പിക്ക് ചെയ്യണേടാ. രക്ഷയില്ലടാ. തൊട്ടടുത്തെത്തിയപ്പോൾ മേഡം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇത് തോന്നണത് ആ മേഡത്തിന് ഒരു ചമ്മലായതുകൊണ്ടായിരിക്കാം ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞതെന്ന് എനിക്ക് തോന്നണത്. കാരണം പിന്നെയും എന്നെ തന്നെയല്ലേ കിട്ടിയത്, അതുകൊണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ആ മേഡം അതായിരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നണത്. എനിക്കും എന്തോലെ ഇപ്പോൾ ആ ട്രിപ്പ് തന്നെ പിന്നെയും വന്നപ്പോൾ. സോ അതാണ് സംഭവിച്ചേക്കണത്. ഇപ്പോൾ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടാ. ഈ രാവിലെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നിർത്താതൊരു ട്രിപ്പ് അടിക്കണത്. ആ മേഡത്തിന് ഞാൻ ഇറക്കി വിട്ടത് ഇവിടെ ഉണ്ടോ. ആ മേഡം വേറെ വണ്ടി വിളിച്ചിട്ടുണ്ടാവും. ഒരു ചമ്മലുണ്ടാവുമല്ലോ നമ്മ വന്ന വണ്ടീനെ പിന്നെയും കിട്ടി കഴിയുമ്പോൾ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ന് എനിക്ക് തോന്നണേട്ടാ. പക്ഷെ ആ മേഡം ഒന്നും അധികം മിണ്ടിയും സംസാരിച്ചൊന്നുമില്ലടാ. മേഡം ഫോണിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ പേരുണ്ടല്ലോ, ഫെബി, അത് കാണുമ്പോൾ അതായിരിക്കാം. അതാണ് നമ്മുടെ SH കോളേജ്. ഇപ്പം എനിക്ക് ട്രിപ്പ് അടിച്ചേക്കണത് അവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്നാണ്ടോ ഈ ഹോട്ടലിൽ നിന്നാണ്ടോ എനിക്ക് ട്രിപ്പ് വന്നേക്കണത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഹോട്ടലിൽ വന്നത്. ഞാൻ പിക്ക് ചെയ്യട്ടെ. കസ്റ്റമർ അവിടെ നിൽക്കുന്നുണ്ട്. യെസ്, റീച്ച്ഡ്. ഞാനിപ്പോൾ ഇറക്കിലാണല്ലോ നിൽക്കണത്. ആണ്ടാ ബാക്കിലൊരു വണ്ടി ഓൾറെഡി ഒരു ട്രിപ്പ് അടിച്ചിട്ട് നിൽക്കാനുണ്ടാ. അപ്പോൾ സീനായിട്ടിരിക്കണേണ്. അവർ പോയാലേ നമുക്ക് ബാക്ക് അടിച്ച് കയറ്റാൻ പറ്റുള്ളൂ. കസ്റ്റമർ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കണേ. ഗൈസ്, അവിടെ എന്തോ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അങ്ങോട്ടേക്കാണെന്നുണ്ടോ പോയത്. അവിടെ ഫാഷൻ വീക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് 160 രൂപ എന്താ കിട്ടി. 250 രൂപ കസ്റ്റമർ അടുത്ത് നിന്ന് മേടിച്ചിട്ട് എനിക്ക് 160 രൂപയാണ് ഊബർ തെണ്ടി തന്നേക്കണത്.
333 രൂപ. ഇപ്പോൾ 2 ട്രിപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററിനടുത്ത് ഉണ്ടായിരുന്നു ആ ട്രിപ്പ്. 150 രൂപയാണ് എനിക്ക് കിട്ടിയത്. 169 രൂപ, 169 രൂപ. പിന്നെ നമുക്ക് ഇവിടെ പോയി CNG അടിക്കാട്ടാ. കാരണം CNG തീരാറായിട്ടിരിക്കണേ. ഇനി വല്ല എയർപോർട്ടിലോട്ടൊക്കെ വല്ല ട്രിപ്പും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമറായിട്ട് CNG അടിക്കാൻ കയറേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നമുക്ക് ഇവിടെ നിന്ന് CNG അടിച്ച് ഈ സൈഡിൽ തന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്നിടാം. പുള്ളിയും അധികം സംസാരിച്ചൊന്നുമില്ലടാ. ഒരു ശാന്തശീലൻ കസ്റ്റമറായിരുന്നു. ശാന്തമായിട്ടിരിക്കുന്ന ഒരു കസ്റ്റമർ, ശാന്തശീലൻ. പേരല്ലടാ, പുള്ളിയുടെ പേരല്ല. ഒരു ശാന്തമായിട്ടുള്ള ഒരു ശീലമുള്ള ഒരു കസ്റ്റമർ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചടാ. ആ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാനില്ല കേട്ടോ എനിക്ക്. പുള്ളിയൊന്നും മിണ്ടിയില്ല. പിന്നെ പുള്ളിയുടെ ഒരു വലിയൊരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ബാക്കിൽ ഡിക്കിൽ വെക്കാൻ പോയപ്പോൾ ഞാൻ പറയും, സാറേ ഫ്രണ്ട് വെച്ചോ, ഡിക്കിൽ സ്പേസ് ഇല്ലെന്ന് പറയും. അങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് നൈസായിട്ട് 249 രൂപ 95 പൈസ എനിക്ക് തന്നിട്ടാ. 333 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മൾ ഈ പമ്പിൽ തന്നെയാണ് അടിക്കണത്. നമ്മുടെ കടവന്തരയിലുള്ള മൈലേജ് എല്ലാം കണക്കാണ്. തിരക്കുണ്ടോ? ഒരു 2 വണ്ടികളുണ്ട്. അടിച്ച് ഫുള്ളാക്കട്ടെ ഗൈസ്. യെസ് ഗൈസ്, 639 രൂപക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. CNG അടിച്ചിട്ടുണ്ട്. അതിന് ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം. ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി ഓട്ടം കിട്ടിയാൽ മാത്രം മതി. ലെറ്റ്സ് ഗോ. പനമ്പള്ളി കയറി പോയി കിടക്കാം. സമയം 10:19 എല്ലാവരും ഓഫീസിൽ കയറിയിടണം. ഗൈസ്, എൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ 3 ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൻ്റെ കണ്ടിന്യൂറ്റി പാർട്ട് 2-ലുണ്ടാവും. അതിൻ്റെ കണ്ടിന്യൂറ്റി പാർട്ട് 3-ലുണ്ടാവും. അതായത് ഒരു വീഡിയോ ഞാൻ 3 ആക്കുകയാണ് ഗൈസ്. കാരണം വീഡിയോയുടെ ലെങ്ത്ത് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അവിടെ ഒരു ടാക്സി പെർമിറ്റ് വണ്ടി ഫ്രണ്ട് ഇടിച്ച് കിടക്കണുണ്ട്. മച്ചാനെന്തോ ഉറങ്ങിപ്പോയതാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഫ്രണ്ട് പൊളിഞ്ഞിരിക്കുന്നുണ്ട് അവൻ്റെ. ഇപ്പോൾ അവിടെ കിടക്കണുണ്ട്. ഞാനത് ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി. ആരുടെ വണ്ടിയാണാവോ? എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറ. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് ഇരുന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞു വീഡിയോ. കമൻറ്റ് അടിച്ചിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പക്ഷേ വീഡിയോ കാണുമെന്ന്. സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണുമ്പോൾ വെച്ചാൽ പറയും. എന്നാലും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റ് അടിക്കും. ഞാനും അറിയട്ടെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ. എൻ്റെ വിശേഷം മാത്രം അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളൊക്കെ നിങ്ങളുടെ വിശേഷം കൂടി പറ, എന്നാലല്ലേ ഒരു ത്രില്ലുണ്ടാവുള്ളൂ. ശാന്തമായി കിടക്കുന്ന പനമ്പള്ളി നഗറിലെ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. വളരെ ശാന്തം, സമാധാനം. കുറച്ചും കൂടി മുമ്പോട്ട് കയറ്റിയിട്ട് നോക്കാം, അതേ രക്ഷ ഉണ്ടാവുള്ളൂ. മാക്സിമം ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ കളഞ്ഞിട്ടാ. ഈ വണ്ടിയും അരമണിക്കൂറായി. ഞാൻ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ വന്ന വണ്ടിയാണ് അതൊക്കെ. പനമ്പള്ളി നഗറിൽ പാർക്കിൻ്റെ സൈഡിൽ കൊണ്ട് ഇട്ടിട്ടാ. ഇവിടെ ആകുമ്പോൾ കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ എൻ്റെ അരമണിക്കൂർ കളഞ്ഞിരിക്കുന്നു ഇവിടെ വന്ന്. ഇനി അടുത്ത സ്പോട്ടിലേക്ക് മാറ്റിയിടാം. മാക്സിമം 1 മണിക്കൂറായിട്ടാണ് നമ്മൾ വെറുതെ ഇങ്ങനെ കറങ്ങി കിടക്കണത്. രക്ഷയില്ല ഗൈസ്, രക്ഷയില്ല. ഗൈസ്, പോണ വണ്ടിയില്ലേ, പോണ വണ്ടി, ഫ്രണ്ടിൽ പോണ വണ്ടി. അതിൽ മറ്റേ അനൂപ് മേനോനില്ലേ, അനൂപ് മേനോൻ്റെ വണ്ടി ആയിരുന്നിട്ടത്. അനൂപ് മേനോനാണ് വണ്ടി ഓടിച്ചിട്ട് പോണത്. ഞാൻ കണ്ട്. പക്ഷേ ആ ടൈമിൽ ക്യാമറ ഓഫായി പോയി. ഓരോ ട്രിപ്പ് വന്നിട്ടാ കൊതിപ്പിച്ചിട്ട് പോയി. ഓൾ റിക്വസ്റ്റ് വർ ടേക്കൺ അനദർ ഡ്രൈവർ. ഫ്രണ്ട്സ്, അങ്ങനെ വർഷങ്ങളെന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് അടിച്ചിട്ടാ. എയർപോർട്ട് റോഡ് എന്നൊക്കെയാണ് കാണിച്ചാണ്. എയർപോർട്ടിലേക്കാണെന്നാ തോന്നണത്. 488 രൂപ ഉണ്ട് ഇവിടെ നിന്ന് കാണിച്ചേക്കണത്. 12 മണിക്കാണല്ലോ ട്രിപ്പ് അടിച്ചാണ് കറക്റ്റ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കണത്. ഇന്ന് എയർപോർട്ടിലേക്കാണെങ്കിൽ ഇന്നത്തെ ദിവസം പോയി എന്ന് പറയാം. ഓൾറെഡി ഇന്ന് ദിവസങ്ങൾ പോയി കിടക്കാൻ കിട്ടിയ ട്രിപ്പും കൊണ്ട് പോകണേണ്ട. ഞാൻ എയർപോർട്ടിൽ നിന്ന് കാലി ഓടിയൊക്കെ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. എയർപോർട്ട് റോഡിൽ നിന്നാണ് കാണിച്ചത്. നമുക്ക് അവിടെ ആളെ പിക്ക് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അവിടെ
ഞാനേ കറക്റ്റായിട്ട് ഞാൻ പെട്ടെന്ന് ചാടിക്കയറി എടുത്ത്, കാരണം കുറേ നേരം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ ചാടിക്കയറി എടുത്തു. ചെറിയൊരു ഓഫ് റോഡായിരുന്നു. അതാ ഗാർഡൻ വ്യൂ എന്നാണെന്ന് വേണ്ട ട്രിപ്പ് അടിച്ചേക്കണത്. കൊച്ചി റൈഡർ ആടാതിരിക്കൂ, ആട്ടി പോണ സാറൊന്നു. സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ഓടി വന്നിട്ട് പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിൽ MK എന്നാ ഇട്ടേക്കണേന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. പുള്ളിക്കാരനാണ് കാര്യത്തിയാണെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഐ അറൈവ്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് അപ്പോൾ ഐ ആം കമ്മിങ് ഡൗൺ എന്ന് പറഞ്ഞു. ഗൈസ് എത്തിപ്പെട്ടേക്കണ സ്ഥലം കണ്ട കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. പക്ഷേ ഉള്ളിലേക്ക് വേണ്ട, നമ്മുടെ അത്താണി, അതായത് ഈ ജംഗ്ഷൻ വരെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ബാക്കിൽ കിടക്കണ ബ്ലാക്ക് കാറുണ്ട, ഈ മിററിൽ കൂടി നോക്കിയാൽ കാണാം. ആ കാറിൽ പുള്ളിനെ പിക്ക് ചെയ്യാൻ ആൾ വന്നു. അതിൻ്റെ ഇടയിൽ കുറേ വിറ്റൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഈ നരകം പിടിച്ച സ്ഥലത്തുനിന്ന് പോട്ടെ. ഈ ഏരിയയിലെ ഞാൻ നിൽക്കൂലെന്ന്. നമുക്ക് എവിടെ പോയി ഊണ് കഴിക്കാം. ഇപ്പം സമയം 1:15. ഈ പുള്ളിക്കാരൻ ആദ്യം അത്താണിയിലേക്ക് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് പുള്ളി ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ആരെയോ കോൾ ചെയ്യണമായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ലൊക്കേഷൻ ഒന്ന് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറിന് ഈ ലൊക്കേഷൻ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, സാർ മാറ്റിക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചിലപ്പോൾ സാർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ആ പേയ്മെൻറ്റ് കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് ആലുവയിലോട്ടാക്കി. ആലുവ വരെ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ആലുവയിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ആലുവ എത്തണേം തൊട്ട് മുമ്പ് പിന്നെയും പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട നമുക്ക് മുമ്പത്തെ ലൊക്കേഷനിൽ തന്നെ പോയാൽ മതി, അവരവിടെ വരാമെന്ന് പറഞ്ഞു. ആ ബ്ലാക്ക് വണ്ടിയിലുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു സാറേ ഇനി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, എമൗണ്ട് എത്ര കാണിച്ചതെന്ന് ചോദിച്ചു. ആലുവ വരെ 360 റുപ്പീസും പിന്നെ ഈ അത്താണി വരെ 460 റുപ്പീസ് എന്ന് പറഞ്ഞു. ഒരു 100 റുപ്പീസിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു, വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിർത്തട്ടെ കുറച്ച് നേരം, എന്നിട്ട് ഞാൻ കഥ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സാറൊരു പണി, ആലുവയിൽ വരെ ഉള്ള പൈസ അവിടെ വെച്ച് സ്റ്റോപ്പാക്കിയിട്ട് എൻഡ് ചെയ്യാം, നമുക്ക് ഊബറിൽ എൻഡ് ചെയ്യാം, എന്നിട്ട് എനിക്കൊരു 100 രൂപ ഇവിടെ എത്തുമ്പോൾ തന്നായെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ആവുമല്ലോ, 100 റുപ്പീസിൻ്റെ ഷോട്ടല്ലേ. അപ്പോൾ പുള്ളി ഓക്കെ ഡീല് പറഞ്ഞ് പോന്ന്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പ് നടന്ന കാര്യങ്ങളാണ്ട. എന്നിട്ട് ആലുവ എത്തി, ഞാൻ വിളിച്ച് ക്ലോസ് ആക്കി കഴിഞ്ഞ് പുള്ളി ഒരു ഉറക്കം തുടങ്ങിയാണ്. ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പൊന്നെ ചെവി വെറുതെ ഇല്ലേ ഇങ്ങനെ കൂർക്കമ്പലിയുടെ ഹൈപ്പർ ലെവൽ എന്ന് പറയില്ലേ, ഹൈപ്പർ ലെവൽ ആ സാധനം വരുന്നത്. അയ്യോ കൂർക്കമ്പലി എന്ന് പറഞ്ഞാൽ ഈ സാധനം വരുന്നത്. എൻ്റെ പൊന്നോ ഇങ്ങനത്തെ കൂർക്കമ്പലി ഞാൻ കേട്ടിട്ടില്ല ഗൈസ്. അമ്മാതിരി കൂർക്കമ്പലി നമുക്ക് കൂർക്കമ്പലി എന്ന് പറയുമ്പോൾ ഈ സാധനമൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കണം. ഇതൊന്നും അല്ല, ഇത് ഈ സാധനമെങ്കിലേ ആ ലെവല് സാധനം. എൻ്റെ പൊന്നെ ലാസ്റ്റ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ കൂർക്കമ്പലിയുടെ ഫീസ് എന്ന് പറഞ്ഞു. കൂർക്കമ്പലിയുടെ ഫീസാ ഇടക്കേറി പുള്ളി ചിരിച്ചിട്ട് പുള്ളി പറഞ്ഞു സോറിട്ടാ, അത് സാറില്ല സാർ കൂർക്കമ്പലി കൂടുതലാട്ടാ സീനാണ്ടാ. പുള്ളി ചിരിച്ചിട്ട് നൈസായിട്ട് പോയി, ചമ്മിപ്പോയി. സീനായിരുന്നിട്ടാ. അയ്യോ ഞാനിങ്ങനെ കേട്ടിട്ടില്ല. നല്ലൊരു കസ്റ്റമറായിരുന്നു. പുള്ളി അധികം സംസാരിച്ചൊന്നുമില്ല. പുള്ളി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളി നല്ലൊരു ഉറക്കം കൂടെ ഉറങ്ങി. ആ ഒരു ഉറക്കം ആ ഒരു കൂർക്കമ്പലി 1.5 കൂർക്കമ്പലായിരുന്നു കേസ്. ഇന്ന് കയറിയത് എന്താ 3ാമത്തെ കസ്റ്റമർ അല്ലേ. 3ാമത്തെ കസ്റ്റമർ ഇങ്ങനത്തെ ഒരു അനുഭവം വരുന്നില്ല. ആദ്യത്തെ 2 കസ്റ്റമർ നമുക്ക് എല്ലാ അനുഭവങ്ങളൊന്നും തന്നില്ല. 3ാമത്തെ ഒരു കസ്റ്റമർ അടി സക്കേ, അത് ഒരു കിടിലം കാച്ചി കൂർക്കമ്പലിയായിരുന്നു മച്ചാനെ. ഞാൻ വിചാരിച്ച് വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഏതോ സൗണ്ട് തന്നെയാണെന്ന്. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അതെ ഒരു വെറൈറ്റി കൂർക്കമ്പലിയില്ലേ, ആ ഒരു സാധനമാണ് സൗണ്ട്. ഞാനും വിചാരിച്ചത് വണ്ടീൻ്റെ എവിടെ നിന്നാണ് ഈ സൗണ്ട് വന്നത്. പിന്നീടാണ് ഞാൻ നോക്കിയപ്പോൾ പുള്ളി ഫോൺ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണ ഫോണ്. പുള്ളി ഉറങ്ങിയും പോയി മനസ്സിലായി. അപ്പം നമ്മ ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ വിചാരിക്കണത് പുള്ളി ഫോണിൽ എന്തോ പരിപാടിയാണ്. പക്ഷെ വണ്ടിയിൽ നിന്ന് ഞാൻ എന്താണ് വണ്ടിയിൽ നിന്ന് സൗണ്ട് കേൾക്കണേന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛാ നല്ല അടിപൊളി കൂർക്കമ്പലിയായിരുന്നു.
ഏതായാലും പുള്ളിനെ ഞാൻ ഇവിടം വരെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല കേട്ടോ. പുള്ളി അവിടെ തൊട്ട് ഇവിടം വരെ നല്ലോണം കിടന്ന് ഉറങ്ങി. ഉണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ സ്ഥലത്തെത്തി. ഞാൻ പറഞ്ഞു സാർ എക്സ്ട്രാ ചാർജ് ഉണ്ട് കൂർക്കമ്പലി കേട്ടതിന്. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് അങ്ങോട്ട് പോയി. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നെടാ. നൈസ്. ഇപ്പം നമുക്ക് 709 രൂപ ഊബറിലും കിട്ടി, 100 റുപ്പീസ് ഹാൻഡിലും കിട്ടി. അതായത് 809 റുപ്പീസ് നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നു. എയർപോർട്ടിലേക്ക് എത്തിച്ചില്ല ദൈവം. എയർപോർട്ടിലേക്ക് പോകാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ദൈവം അത്താണി വെച്ച് തന്നെ സ്റ്റോപ്പാക്കിച്ചു. അതെ, ഞാനതല്ലേ മേഡത്തിൻ്റെ അടുത്ത് ചോദിച്ചത്. എനിക്ക് ഞാൻ മേഡത്തിന്റെ വിഷമം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവസ്ഥയിൽ നിൽക്കണേ. എത്ര രൂപയെന്ന് ചോദിച്ചു. കാരണം മാക്സിമം പോയി കഴിഞ്ഞാൽ 4 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ പറഞ്ഞ ബേസ് ചാർജ് എന്നാ മതി. അപ്പോൾ അങ്ങനെ ചേച്ചി എന്തോ ചോദിക്കണ്ട്.